നമ്മുടെ ചാപ്റ്ററിലെ ഈ പാഠഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി പറയാൻ പോകുന്നത്. വൈദ്യുത പവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർവചനമോ പവറിൻ്റെ നിർവചനമോ കാര്യങ്ങളോ ഒന്നുമല്ല ചോദിക്കാറ്. ഇവിടെ ചോദിക്കാറ് ഈ വൈദ്യുത പവറിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, സമവാക്യങ്ങളുണ്ട്. ആ സമവാക്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. അപ്പം നിങ്ങൾ ആ സമവാക്യങ്ങൾ എങ്ങനെയാണ് വന്നു എന്നൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള, നേരിട്ട് ആ സമവാക്യം തന്നിട്ടുള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് എന്താണ് എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. അതിൻ്റെ ഡെറിവേഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം നോക്കി വയ്ക്കുക. അപ്പോൾ വൈദ്യുത പവർ എന്താണെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വൈദ്യുതിയും പവറും, വൈദ്യുതി മുഖേന ഉണ്ടാകുന്ന പവർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഉപകരണം, ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയം എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു തന്നിരുന്നു. യൂണിറ്റ് സമയം കൊണ്ട് ഒരു വൈദ്യുത ഉപകരണം ഉപയോഗിക്കുന്ന, അതായത് അത് എന്ത് വർക്കാണോ ചെയ്യുന്നത്, എന്ത് പ്രവൃത്തിയാണോ ആ ഉപകരണം ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യാൻ യൂണിറ്റ് സമയം കൊണ്ട് എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിച്ചു എന്നതിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്, വൈദ്യുത പവർ എന്ന് പറയുന്നത്. ഒരു ഉപകരണം യൂണിറ്റ് സമയം കൊണ്ട് ആ ഉപകരണം പ്രവർത്തിക്കാൻ വേണ്ടി എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിച്ചു എന്നതിൻ്റെ അളവാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് P=W/T എന്ന് പറയുന്നത്. P=W/T എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P എന്ന് പറഞ്ഞാൽ നമ്മുടെ പവറാണ്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ച വർക്കാണ്, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയാണ് W. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പ്രവൃത്തി ചെയ്യാനെടുത്ത സമയമാണ് T എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് വൈദ്യുത പവറിൻ്റെ ഇക്വേഷൻ P=W/T എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുന്നു. ഇനി വൈദ്യുത പവർ എന്താണ്? ഒരു ഭൗതിക അളവാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടായിരിക്കും? യൂണിറ്റ് ഉണ്ടായിരിക്കും. വൈദ്യുത പവറിൻ്റെ യൂണിറ്റാണ്, അല്ലെങ്കിൽ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്ന ആണ് വൈദ്യുത പവറിൻ്റെ യൂണിറ്റ്. വാട്ടാണ് വൈദ്യുത പവറിൻ്റെ യൂണിറ്റ്. WATT അതാണ് വാട്ട്. അല്ലാണ്ട് അതിന് ഷോർട്ട് ഫോം ഒന്നും വേറെ ഇല്ല, വാട്ട്. അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട്. കാരണം നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ, ആ സമവാക്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് കണ്ടുപിടിക്കാം. W/T അല്ലേ വർക്ക്, അല്ലെങ്കിൽ പ്രവൃത്തി / സമയമല്ലേ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ ആയിരുന്നു. സമയത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? Joule/second. അതും കൂടി എന്ത് കിട്ടും? നമുക്ക് പവറിൻ്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, പവറിന് 3 സമവാക്യങ്ങൾ വേറെ ഉണ്ട്. P=W/T ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ സമവാക്യം അതല്ലാതുള്ളത് P=I×V. I എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലോ ചെയ്യാനുള്ള വോൾട്ടേജ്. P=I×V. രണ്ടാമത്തെ ഇക്വേഷൻ ആയിരുന്നു P=I²R. T ഇല്ല കേട്ടോ, I²R. P=I²R. I²RT വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി? ഹീറ്റ് എനർജി, അല്ലെങ്കിൽ താപോർജ്ജമായിട്ട് മാറി. P=I²R എന്ന് പറയുന്ന ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നു P=V²/R. P=V²/R. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രതിരോധം. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടത് വേണം. കാരണം ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പറയുന്നില്ല, ഇതിങ്ങനെ ജസ്റ്റ് 3 ഇക്വേഷനായിട്ട് മാത്രമേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങളോട് പ്രോബ്ലംസ് ആണ് ചോദിക്കുക. പ്രോബ്ലംസ് നമ്മൾ ലേറ്റർ ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവർ എന്തായിരുന്നു? യൂണിറ്റ് സമയം കൊണ്ട് ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിച്ച വൈദ്യുതോർജ്ജത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത പവർ എന്ന് വിളിക്കുന്നത്. കാണാനുള്ള ഇക്വേഷൻ P=W/T ആയിരുന്നു. പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. 3 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് കൂടി ഉണ്ട് പവറിന്. ഏതൊക്കെയായിരുന്നു? P=I×V, P=I²R, P=V²/R. വൈദ്യുത പ്രവാഹത്തിൻ്റെ 2 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സുരക്ഷാ ഫ്യൂസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിലമെൻറ്റുകൾക്ക്, അതായത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഫിലമെൻറ്റിൽ എന്ത് കുറവാണ്? ദ്രവണാങ്കം കുറവായതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലവുമായി ബന്ധപ്പെട്ടതാണ്.